ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയാണ് കേട്ടോ. അപ്പോൾ അതേ കാലത്ത് ഇവിടെ എക്സാമൊക്കെ ആയി. അപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുള്ളൂ. പിറ്റേ ദിവസമായിപ്പോഴേക്കും തന്നെ മോള് പനി പിടിച്ച് ഇരിക്കണം. ആൾക്ക് ആദ്യം തന്നെ മേലുവേദനയാണ് കേട്ടോ. കൈ കഴിക്കണ്, കാല് കഴിക്കണ്, മേലുവേദന എടുക്കണ് എന്നൊക്കെ പറഞ്ഞിട്ട് വയറ് ഇങ്ങനെ ഗ്യാസ് വന്ന പോലെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ കാലത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി കൊടുത്തോണ്ടിരിക്കണേ. അല്ലെങ്കിൽ ടാറ്റ തന്നു തുടങ്ങി. അപ്പം മതി എന്നാണ് പറയണത്. വേണ്ട അത് പറയണതാണ്. അപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ ഇടയിൽ കയ്യും കാലും കഴപ്പൊക്കെ വന്നിട്ടുണ്ട്. ആളല്ലെങ്കിൽ തന്നെ ഫുഡ് അടി കുറവാണ്. അപ്പം പനി വന്ന തീരെ കഴിക്കില്ല. വലിയ പാത്രത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന വലിയ പാത്രത്തിൽ എടുക്കാണ്ട് ഞാൻ ഈ കുഞ്ഞിക്കപ്പിൽ എടുത്തതാണ്. കപ്പിലാവുമ്പോൾ നമ്മളതിൽ എടുക്കുന്ന കഞ്ഞിയുടെ അളവ് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പോൾ കാലത്ത് ഞാൻ ചോറും പിന്നെ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ അതൊന്നും കാണിക്കാൻ നേരമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുഞ്ഞുവിന് കഞ്ഞി കൊടുക്കാൻ ഇട്ടത് കണ്ടത്. കയ്യൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ, കൈ വേദന, കാല് വേദന, മേല് വേദന ഒക്കെ ഉണ്ട്. അപ്പോൾ മോൾക്ക് വൈകിട്ട് 4 മണിയായിപ്പോൾ ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കഞ്ഞി എടുക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ട, എനിക്ക് പാലും കെലോക്സും മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിത്തിരി ചൂടുണ്ട്, വായ പൊള്ളിയും തോന്നുന്നുണ്ട്. സാരില്ല, എന്നാലും ആൾ കുടിച്ചോളും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ എൻ്റെ പൊന്നു ചേട്ടന് പെങ്ങളെ കാണാണ്ട് ശരിക്കും ആര് ചോദിച്ചു. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴേക്കും ആൾക്ക് നന്നായി പനി വന്നു തുടങ്ങിയിട്ട് പനിച്ചു തുടങ്ങി. തീരെ വയ്യ, മേലുവേദന എടുക്കണം, കയ്യും കാലൊക്കെ കഴിക്കണം, വേദന എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ടൈമിന് മരുന്ന് കഴിക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വല്ലതും കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ആൾക്കതൊന്നും വേണ്ട, തീരെ വയ്യ. എന്താണ് ഉണ്ടാവും പനിക്കും. അപ്പോൾ വൈകിട്ടത്തേക്ക് ആയപ്പോഴേക്കും അനിയത്തി ചേട്ടന് പനി കൊടുത്തോട്ടോ. അപ്പോൾ 2 പേരും കൂടിയിട്ടാണ് സോഫയിൽ കിടന്നുറങ്ങുന്നത്. ആരും പിന്നെ കട്ടിലുമ്മ കിടക്കാനും ബെഡിൽ കിടക്കാനൊന്നും വരില്ല, ഇവിടെ തന്നെയാണ് കിടക്ക്. അപ്പോൾ മോന് നന്നായി പനിക്കുന്നുണ്ട് കേട്ടോ. മോനും മോൾക്കൊക്കെ പനിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയും ഇവിടെ മക്കൾക്ക് പനിയും. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പോയി. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ മാറി 2 പേരും എടുക്കണം. പിന്നെ വയ്യാന്ന് പറയുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ പിറ്റേ ദിവസമായപ്പോഴേക്കും ഞാൻ ഡോക്ടറെ കാണിക്കാനായിട്ട് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ വരും. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്കിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഛർദ്ദിക്കാൻ പറ്റുന്ന പോലെയൊക്കെയുള്ള കാരണം ഒരു മരുന്ന് കൊടുത്തിട്ട് ഈ ORS ലായനിയാണ് ഇതന്നിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ഇനി ഛർദ്ദിക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നൊരു 2 ദിവസം എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.